ബീച്ചിൽ നോമ്പറക്കാണ്ടി വന്നാൽ കൊടുത്ത മുട്ട വേണം. വൈകുകയാണെങ്കിലേ ഓല ഡെലിവറി ചെയ്യണ്ട, ഓല സ്പോട്ടിക്ക് വരാറുണ്ടായി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓല പേരൊന്നല്ല, ഹോട്ടലാണ്. ഇങ്ങനെയാണ് പോണേ. അത് കുഴപ്പമില്ല, ഒരു മാറ്റി തരും. ഇത് കേട്ടിക്കോ, നമുക്കത് എളുപ്പം. അങ്ങനെ അങ്ങാടിപ്പുറത്ത് നല്ല മഴ. സാബിത്ത് ഷൂട്ട് പോണോ, നല്ല മഴ. അതിൽ ബാക്കിയുള്ളവരുണ്ട്. ഈ ഒരു പ്രതിഭാസത്തെ എങ്ങനെ നോക്കി കാണണോ? ഇതൊരു നല്ലൊരു ഇതാണ്, ആ ഒരു ഭാഗത്തിരുന്നിട്ട് മഴക്കുണ്ടാവും, മഴക്ക സഹിക്കുക. അങ്ങനെ എന്താണ് നിസ്കരിക്കാൻ വേണ്ടി പോവാണ്. ആസിഫ് അവിടെ നിസ്കരിക്കണ്ട്. ബീച്ചിൽ നോമ്പറക്കാൻ വേണ്ടി വന്നാൽ കൊടുത്ത മുട്ട വേണം. നിഷാദെ ഇവിടെ നോമ്പറക്കം ചെയ്യും. അതെ, പെട്ടി വണ്ടിയിലുണ്ട്. ഇവിടെ നോമ്പറന്നിട്ട് പോയാൽ നടക്കുള്ളൂ. ഇനിയിപ്പോ നടക്കുള്ളൂ. തേന് ഇവിടുന്ന് ചാടിക്കുന്നുണ്ട്. ഇനി നമ്മളെ നോമ്പോറ കോഴിക്കോട് നിന്ന് നോമ്പറക്കാൻ വേണ്ടി വന്നതാണ്. ഇഫ്താർ ബോക്സ് ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ നല്ല മഴ ചെയ്തു. അപ്പോൾ ഇനി ഇവിടുന്ന് പള്ളിയിൽ നിന്നാണ് നോമ്പ് തുറക്കുന്നത്. എല്ലാവരും വെച്ചിട്ടുണ്ട് ഫുഡൊക്കെ. നോമ്പോറ പള്ളിയിലായി. സാബിത്ത് ഈ സാധനമായി അവൻ്റെ പ്ലേറ്റിലില്ലെന്ന് തിരഞ്ഞു നോക്കുക. സാബിത്ത് എനിക്ക് സമൂസ കിട്ടിക്കണ എല്ലാവർക്കും കൊടുത്തേക്കണം. ഓലെ വീട്ടിലും കൂടി ഓല ഇങ്ങനെ കഴിക്കൂല. എന്താ വൃത്തി. ആ പ്ലേറ്റ് ഒന്ന് കാണിച്ചാ. റമീസ് ഒന്നും അവൻ്റെ വീട്ടിൽ പ്ലേറ്റും കൂടി ഇങ്ങനെ കഴിക്കുന്നത് അല്ലേ നിഷാദേ? എന്താ ചോറിന് അവനക്ക് എവിടെ കിട്ടിയാ? റെന്റ് വണ്ടി കൊണ്ടുപോയ ഫൈൻ കിട്ടിയാലേ. പിന്നെ നമ്മളെ ബോക്സിന് 250 വിൽക്കാം. ലിനിസേ, ബോക്സിന് 250 വിൽക്കാം. ഇഫ്താർ ബോക്സ് ഇഫ്താർ ബോക്സ് ഓർഡർ ചെയ്ത് ഇവിടെ കോഴിക്കോട് ബീച്ചിൽ വന്നോ. ഇവിടെ വന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, അസർസ്കരിക്കാൻ പള്ളി കയറി. അസർസ്കരിക്കാൻ പള്ളി കയറിയപ്പോ അവിടെ ഇഫ്താർ സെറ്റപ്പ്, നല്ല അടിപൊളി ബിരിയാണിയും കാര്യങ്ങളും. അതെ അതെ അതെ. ഞങ്ങൾ എന്ത് ചെയ്യണം, ഇത് കൊടുക്കണ് അല്ലേ? 300 മേടിച്ചു. 300 മേടിച്ചല്ലേ? സമാവാത്തും ബുറാക്കിലേറി ഏറ്റം ശരഫോടെ റസൂലും പാടി. കണ്ടില്ലേ? കാണുന്നത് ചന്ദ്രന് അല്ല, കാണുന്നത് സൂര്യനെ ചന്ദ്രന് പറയണ പൊന്മകനെ. സൂര്യനുമല്ല ചന്ദ്രനുമല്ല സുരേന്ദ്രനാ സാറേ. അനക്കേ പറ്റുള്ളൂ ഇങ്ങനത്തെ പാട്ടൊക്കെ പാടാനേ. സേനു നമ്മളെവിടുന്ന പാട്ട് പാടിയെന്ന്? അവിടുന്നല്ലേ? സാബിത്ത എന്താ ഇവനാണ് ഉണ്ടാക്കി. എവിടെ കളഞ്ഞോ? ഒരു കുപ്പിയുടെ പൈസ കൊടുത്തിട്ട് 2 കുപ്പി എടുത്തു കൊടുന്നു അല്ലേ? സാറില്ല കൊടുക്കാം. സംഭവം ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് 10-70 കിലോമീറ്റർ നമ്മള് നോമ്പറഞ്ഞ എവിടുന്നാ? നമ്മളിവിടുത്തെ പള്ളിയിൽ നിന്നല്ലേ? നമുക്ക് അൺബോക്സ് ചെയ്തിരുന്നേ. സമൂസ, ഉന്നക്കായ, നല്ല കോഴിക്കോട് ഹലുവ, കട്ട് ഫ്രൂട്ട്സ്, ഗ്രേപ്പ് ജ്യൂസ് അല്ലേ? മുന്തിരി ജ്യൂസ് ഉണ്ട്. പിന്നെ ഒരു മിനറൽ വാട്ടർ ഉണ്ട്. പിന്നെ ഒരു ക്വാർട്ടർ മന്തി അല്ലേ? പിന്നെ സോസ് ഒക്കെ ഉണ്ട്. അൽഫാം ഉണ്ട് അല്ലേ? മലയാള പ്രസംഗം ഫസ്റ്റ് സാബിത്ത് കട്ടുപാറ, സെക്കൻഡ് സാക്കിർ, സംഘഗാനം ഒറ്റക്ക് പാടിയ സംഘഗാനം അറവനമുട്ട് ആസിഫ്. പിന്നെ എന്റെ സിംഗിൾ ഗാനത്തിനുള്ള എനിക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട്. കഥാപ്രസംഗത്തിനുള്ള കൊടുക്കണം. പ്രോത്സാഹന സമ്മാനം ഒരാൾ കൂടിയുണ്ട്. മലബാർ ഒരുക്കുന്ന പ്രോത്സാഹന സമ്മാനം. ഓക്കെ, സന്തോഷമായില്ലേ? സാബിത്ത് എങ്ങനെ ഉണ്ടാ? കഴിഞ്ഞൂലേ? അതിനൊക്കെ സ്പീഡേ. ആസിഫേ, നിഷ അടിപൊളി ഫുഡ്, ഒരു രക്ഷയില്ല. അതെ അതെ. സീനു മിയാമിയ അല്ലേ? റമീസ എന്താ അവസ്ഥ? അടിപൊളി അടിപൊളി. സെറ്റാണല്ലേ? പട്ടക്കങ്ങൾ എന്ന് നമ്മളൊരു വീക്ക്നെസ് ആയിരുന്നു അല്ലേ? പിന്നെ അങ്ങനെ ഉണ്ട്.
കോഴിക്കോട് വന്നിട്ട് നമ്മൾ ചുരണ്ടി ഐസ്ക്രീം കഴിക്കാതെ എങ്ങനെ പോകും? അതെല്ലേ. ഇനി സാബിത്ത് പറയൂ. ഉണ്ട് കൊള്ളല്ലേ. ഓ തെറ്റ്. പുറത്തേക്ക് വന്നിട്ട് കയറിണ്ടായി സാധനം കണ്ടോ. ഞങ്ങൾ തിരിച്ചു പോവാണ്. അങ്ങനെ പെരിന്തൽമണ്ണ എത്തിയിരിക്കുകയാണ് ഗൈസ്. സാബിത്ത് ഒന്ന് ഉറങ്ങി നീച്ചിക്കണു, ആസിഫ് ഒന്ന് ഉറങ്ങി നീച്ചിക്കണു, പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഫുള്ള് ഓണായിരുന്നു. മാരകമായ ഡ്രൈവിംഗ് ആയിരുന്നു നമ്മളെ നിഷാദ് കാഴ്ച വെച്ചത്. നിഷാദിൻ്റെ വണ്ടിയാണ് 2828. എന്താണ് സാബിത്ത് ലാസ്റ്റ് ഇറങ്ങിയില്ല? ആ ഡോർ അടക്കണമെന്ന് എനിക്കറിയില്ല. ശംസുദ്ദീനും സൈനുദ്ദീനും ഇറങ്ങിക്കോളിന്നാ. ധർമ്മേന്ദ്ര ഇവിടെ ഒരാളെ തട്ടാണ്ട്. ശരി കേട്ടോ റമീസ പതറു. ശരി എന്നാ ഓക്കെ ശരിതാ. അങ്ങനെ ഓലും പോയി. എൻ്റെ ബൈക്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ബൈക്ക് എടുത്തിട്ട് ഞാനും വീട്ടിൽ പോട്ടെട്ടോ.